പിന്നെ താടി വടിക്കുന്ന ആള് ഫാസിഖാകുമോ? അപ്പോ താടി വടിയെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബിന്റെ അഭിപ്രായം കറാഹത്തു തഹരീമിൻ, കറാഹത്താണ്, പക്ഷെ ഹറാമിന്റെ കുറ്റാണ് എന്നാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ നല്ലതാണ്, ചെയ്താൽ കുറ്റല്ല, ആ വാക്കർത്ഥമല്ല. പക്ഷെ തഹരീം, അതിന് വന്ന തെളിവുകൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് കറാഹത്തല്ല, ഹറാമ് തന്നെ ആവേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അപ്പൊ അത്ര ഗൗരവത്തിലുള്ളൊരു വിഷയമാണത്. പച്ചയിൽ പറഞ്ഞാൽ അത് കുറ്റകരം തന്നെയാണ്. താടി എന്ന് പറയാവുന്ന എന്തെങ്കിലും ഒരല്പം ഇവിടെ മാത്രം വെച്ചു, അല്ലെങ്കിൽ ഇവിടെ മാത്രം വെച്ചു, പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതി, അത് ഏറ്റവും സുന്നത്ത് അൽ-ഇഅഫാ, വളരെ കൂടുതലായിട്ട് താഴേക്ക് നീട്ടി വളർത്തലാണ്, അത്രയൊന്നും കഴിയൂല. പക്ഷെ താടി എന്ന് പറയാവുന്ന സംഗതിക്കുണ്ടോ? അതെങ്കിലും വെച്ചിരിക്കാം. എന്താണ് സുഖം എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോഴും കൂലിയാ. എന്തേ? താടിണ്ട്. ബാത്റൂം പോയാൽ ദിക്റെല്ലാം പറ്റൂല, പക്ഷെ താടിണ്ട്, അതിനൊക്കെ ഓരോ സെക്കൻഡും കൂലിയല്ലേ. ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്യാണ്, ഒരു പണിയും ചെയ്തിട്ടില്ല, എന്നാലും കൂലിയാ. യാത്ര ചെയ്യാണ്, അങ്ങനെ കൂലി എഴുതുകയാണ്. ഇത് നമ്മുടെ ദേഹത്ത് തന്നെ ഉണ്ടായിട്ട് എന്തിനാ നമ്മൾ ഒഴിവാക്കണത്? ഇനി ഞാൻ പറയണില്ല, ഇനി അപ്പുറത്ത് ചില ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓടിപ്പോലിട്ടോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതാണ് സംഗതി. ഇൻഷാ അല്ലാഹ് നമ്മളത് വളർത്താൻ നോക്കി. ചെറുതായിട്ടെങ്കിലും നമുക്കൊരു താടി എന്ന് പറയാവുന്ന ഒരു സുന്നത്ത് എപ്പോഴും കിട്ടില്ല. നടന്നാലും ഇരുന്നാലും കിടന്നാലും ഉറങ്ങിയാലൊക്കെ അത് നമ്മളതിനെ നഷ്ടപ്പെടുത്തുന്നത്.